കൂടുതലും യൂബറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. അവർക്ക് കൂടുതലും ഒന്നാമത് ഉപയോഗിക്കാൻ അറിയില്ല, അതൊക്കൊണ്ടാണ് അവർ പ്രശ്നം ഉണ്ടാക്കണം. പിന്നെ പഴയ ഒരു രീതി, ടാക്സി രീതി, ആ രീതി വെച്ചാൽ. പക്ഷേ ഇപ്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് ആളുകൾ മാറുന്നില്ല. ഇപ്പം പോലും പഴയ ടാക്സിയൊക്കെ വിളിച്ച് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ലതാണ്, അവരും ഓടിക്കണമെന്ന് പറയണം. പക്ഷെ അങ്ങനെ പോകുന്നത് നല്ലതാണ്, യൂബറിനെ നല്ലതാണ്. നമുക്ക് ലോങ് ട്രിപ്പൊക്കെ പോയാണെങ്കിൽ ടാക്സി വിളിച്ച് പോകണം തന്നെ നല്ലത്. അപ്പം ആ ഒരു സെക്ഷനിലാണ് യൂബർ. അതിന് ലോങ് ട്രിപ്പ് ഒന്നും ആരും പോവില്ല. യൂബർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ റേറ്റിന് ലോങ് ട്രിപ്പിന് ഒരു മനുഷ്യനും പോവില്ല. യൂബർ റേറ്റിന് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞാൽ കാശ് പറയും. കാശ് യൂബർ റേറ്റ് കണ്ടിട്ട് അതിൽ നിന്ന് ഇത്രയും പൈസ പറയും, ഇത്രയും പൈസ കൂട്ടി തന്നാലേ ഞങ്ങൾ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്പം ആ കൂട്ടിത്തന്ന് പറയുമ്പോൾ ഏകദേശം ടാക്സി റേറ്റ് ആവും. അങ്ങനെ ചെയ്തിട്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കണേ. അല്ലാണ്ട് യൂബർ റേറ്റിന് ആരും പോകണമെന്നില്ല ലോങ് ഒന്നും. ടാക്സി റേറ്റിന് തന്നെയാണ്. ലോങ് പോയ വണ്ടികൾക്കൊക്കെ ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും പോകുന്നില്ല. ഇപ്പം എല്ലാവരും യൂബർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ യൂബർ ഓഫീസുകാർ സപ്പോർട്ട് ചെയ്യില്ലെന്നും പറഞ്ഞാണ് യൂബർ ഡ്രൈവേഴ്സും ഉണ്ട് സമരത്തിൽ. ആ വിഷയങ്ങളുണ്ടായിട്ട് കമ്പനി സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു അതുണ്ട്. ആ ഓഫീസ് എന്ന് പറഞ്ഞ വെറുതെട്ടായിരിക്കും. ഇത്രയും വിഷയം ഉണ്ടായിട്ട് കമ്പനി സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതും ഇതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നമുണ്ട്. എറണാകുളത്ത് ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ മന്ത്രി ഇങ്ങനെ പറഞ്ഞേക്കണോണ്ട്, ലൈസൻസ് റദ്ദ് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമേ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കണേ. പക്ഷെ അത് വെറുതെ പറച്ചിൽ മാത്രമുള്ളൂ തോന്നുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെ. കേരള സവാരി ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കേരള സവാരി ഞാനങ്ങനെ എടുക്കാറില്ല. ഇതിൽ ട്രിപ്പൊക്കെ അടിക്കാറുണ്ടല്ലേ കേരള സവാരി. ആ പെൺപിള്ളേർ ഞാൻ ഇതിലൊക്കെ ചിരിച്ചാറ്. ആ പെൺപിള്ളേർ എന്നൊക്കെ ചിരിക്കണം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവരൊക്കെ ചിരിച്ചല്ല. എവിടെ നിന്ന് അടിച്ചണമെന്നോ ഇതെങ്ങനെയാ ഓണാക്കണെന്നോ. ഇതിന്റെ കാത്തിലുണ്ടാകത്തുന്നതാണ് കേരള സവാരി. ഞാൻ അങ്ങനെ ഓടിയിട്ടില്ല. ഇതിൽ ട്രിപ്പൊക്കെ അടിക്കണ്ടല്ലേ. ഞാൻ ഓണാക്കിട്ടേ ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയോ ഓൺലൈൻ ടാക്സിയോ ഗതാഗത നിയമപ്രകാരം അവർക്ക് ഇവിടെ ഓടാനുള്ള എല്ലാ യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ അവരെ എവിടെയെങ്കിലും സ്ഥലത്ത് പ്രാദേശികമായി പിടിച്ചു നിർത്തുന്ന നിയമവിരുദ്ധമാണ്. കർശന നടപടിയെടുക്കും. ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, എന്റെ ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന കാര്യം, ഇത്തരം ഗുണ്ടായിസം കാണിക്കുന്ന ആളുകളെ ലൈസൻസ് അങ്ങ് റദ്ദാക്കും. പിന്നെ ഈ പറഞ്ഞ സമരവും ചെയ്യേണ്ടി വരത്തില്ല, ഗുണ്ടായിസം കാണിക്കേണ്ടിയും വരത്തില്ല, ഡ്രൈവ് ചെയ്യേണ്ടി വരത്തില്ല. വേറെ ഈ ചട്ടമ്പിത്തനമായിട്ട് ജീവിക്കാൻ വേണമെങ്കിൽ, തമാശയായിട്ട് പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. പിന്നെ ചട്ടമ്പിത്തനം കൊണ്ട് ജീവിക്കാം, പക്ഷെ വണ്ടി ഓടിച്ച് ജീവിക്കാൻ നോക്കില്ല. ഇത്തരം ഗുണ്ടായിസം കാണിക്കുന്നവർ ശ്രദ്ധിക്കുക. ലൈസൻസ് പോകുമ്പോ ഒറ്റയ്ക്കേ കാണൂ, ആരാ കൂടെ വന്നവർ കാണത്തില്ല. ഇപ്പൊ മൂന്നാറിൽ വേളം ഉണ്ടാക്കിയാലും 3 പേരുടെ ലൈസൻസ് പോയുള്ളൂ, അവരൊറ്റയ്ക്കായി, മറ്റവര് പോയി. നമ്മുടെ നിയമപ്രകാരമാണ് ചെയ്യുന്നത്, അല്ല നിയമവിരുദ്ധമായ കാര്യമല്ല. അവരിനി കോടതിയിൽ പോയാൽ ബഹുമാനപ്പെട്ട കോടതി പോലും ഇത് അംഗീകരിക്കത്തില്ല. ഇത്തരം ഗുണ്ടായിസം ഒന്നും അംഗീകരിക്കത്തില്ല. അതിനൊന്നും കോടതിയിൽ പോയി വാങ്ങിക്കാമെന്ന് വിചാരിക്കരുത്. കോടതി ഇത് ഒട്ടും